മടത്തോരും മുംബൈയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയന്തി ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, അലീനെ ഇവിടെ നിന്നും പറഞ്ഞയച്ചില്ലേ? എന്താണെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നു. അല്ല, ഞാൻ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് അവൾക്ക് കൊടുക്കാനുള്ള ക്യാഷെല്ലാം കൊടുത്തിട്ടാണ് പോയത്. ഇവിടെ നിന്നും അവളെ പറഞ്ഞയക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അതിന് വൈജയന്തി, അവളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമില്ലെന്ന് തെളിഞ്ഞതല്ലേ. നമ്മുടെ മനു ഹലിയും കൊണ്ടുവന്ന് അതെല്ലാം തെളിയിച്ചില്ലേ? നീ അതെല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയന്തി ഒന്നും അറിയാത്ത മട്ടിൽ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്ത് തെളിഞ്ഞു എന്നാണ് പറയുന്നത്? എന്ത് തെളിഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. നീ വിശ്വസിച്ചിട്ടില്ലെന്നോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അതേ, വിശ്വസിച്ചിട്ടില്ല. ബാലേട്ടൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അന്ന് ബാലേട്ടൻ ഹരിയുടെ പേരിൽ ഈ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതും ഹരിയും അലീനയും തമ്മിൽ ഇങ്ങനെയുണ്ട് പ്രശ്നമെന്ന് മനുവിനോട് വിളിച്ച് പറഞ്ഞില്ലേ? അന്നേരം ഈ മനു ഉണ്ടാക്കിയ ഒരു ഒത്തുകളിയാണിത്. അതായത് മനു ഹരിയെ സ്വന്തം അനിയനല്ലേ, അവൻ എന്തായാലും ഒരു തെറ്റുകാരനായി ചിത്രീകരിക്കാൻ അവനക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇതെല്ലാം സംസാരിച്ചത്. നമ്മുടെ മുന്നിൽ അവർ അഭിനയിച്ചതാണ്. അതുകൊണ്ട് എന്താപ്പോൾ 3 പേരും അങ്ങ് നല്ല പിള്ളേരായി. ആരൊക്കെയെന്നറിയാവോ? നമ്മുടെ മനുവും ഹരിയും നമ്മൾ അലീനയും. ഇവർ 3 പേരും ഇപ്പം എന്തായി? നമ്മുടെ മുന്നിൽ അവരൊരു തെറ്റുകാരും അല്ലാതായി. പക്ഷേ ഞാനിതൊന്നും വിശ്വസിക്കില്ല, അറിയോ എന്ന് പറയുന്ന സമയത്ത് വായും പൊളിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൊള്ളാം, ഇതുപോലൊരു വാദം അന്താരാഷ്ട്ര കോടതിയിൽ പോലും ഒരു വക്കീലും വാദിച്ചിട്ടുണ്ടാവില്ല വൈജയ്. സമ്മതിച്ചിരിക്കുന്നു നിന്നെ എന്ന് പറയാണ്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ ആടിനെ പട്ടിയാക്കുന്ന വിധം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് മനസ്സിലാകുന്നുണ്ട് ബാലചന്ദ്രൻ തന്നെ ഇട്ടിട്ട് കളിയാക്കുകയാണെന്നുള്ളത്. എന്താ ബാലചന്ദ്ര, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അതെ, ആ മനു ഇവിടെ വന്ന് പോലീസ് മുറിയിലെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. അപ്പോൾ ഹരി തത്ത പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു, അവനെ നല്ല കുടുംബത്തിൽ ജനിച്ചതല്ലേ, ഇവിടുത്തെ വേലക്കാരിയുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് സമ്മതിച്ചാൽ അവൻ്റെ മാനം പോവില്ലേ? പിന്നെ അവനെ നമ്മൾ ഈ വീട്ടിൽ കയറ്റുമോ? ഇല്ലല്ലോ, അതെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് അത് സമ്മതിച്ചു തന്നത്. അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ വൈജയന്തി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് വെച്ച് നിൽക്ക്. ഇത് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാതെ നിന്നാൽ നീ ഇപ്പോൾ എന്താ പറയുന്നത്? ഹരി നല്ലവനാണെന്നോ ചീത്തവനാണെന്നോ? അതോ എന്താ നീ പറയുന്നത്? ഒന്ന് തെളിച്ച് പറയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, അതെ, ഹരി തെറ്റുകാരൻ തന്നെയാണ്, അലീനയും തെറ്റുകാരെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് കള്ളക്കളി കളിച്ച അവന്മാരുണ്ടല്ലോ, ആ തെണ്ടികൾ, അവരെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി മേലാൽ ഈ വീട്ടിൽ കയറി പോകരുത്. രണ്ടിനെ ആട്ടി ഇറക്കിക്കൊള്ളണം ഇവിടുന്ന്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വേഗം തന്നെ ചെന്ന് തൻ്റെ ഫോൺ എടുത്ത് വിളിക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ വൈജയന്തി ഇത് കാണുന്ന സമയത്ത് ആകെ വെപ്രാളം വരികയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ല, ഞാൻ അവന്മാർക്ക് ഇട്ട് വിളിക്കുകയാണ്. 2 പേർക്കും വിളിക്കണം. കൂടാതെ നമ്മുടെ ശിവേട്ടനെ വിളിക്കണം. 3 പേരോടും വിളിച്ച് പറയണം. റാസ്കൽസ്, കാണിച്ചു കൊടുക്കും എൻ്റെ കുടുംബത്തിന് ഇമാതിരി കളി കളിക്കാൻ അവർക്ക് ധൈര്യം വരരുത് എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ അവർക്ക് ഫോൺ ചെയ്യാനെന്ന് കണ്ടതും നമ്മൾ വൈജയന്തി ആകെ ടെൻഷനായിട്ട് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിച്ച് അങ്ങ് എറിയുവാണ് ബെഡിലേക്ക്. എന്നിട്ട് ദേഷ്യത്തോടെ ബെഡിൽ വന്ന് ഇരിക്കുന്നുണ്ട്. എന്താ വൈജയ്, നീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് പറയാണ്. വൈജയന്തിക്കാണെങ്കിൽ പറയാൻ മറുപടിയുമില്ല. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക വേണ്ടത്. നീ താന്നു പോകത്തൊന്നുമില്ല, ഉയർച്ച മാത്രമേ നിനക്കുണ്ടാവൂ എന്ന് പറയുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ ഉയർച്ച എനിക്ക് വേണ്ട. പിന്നെ അവളോട് മാപ്പ് പറച്ചിലും ക്ഷമയാചിക്കലും പിന്നെ ആശ്വസിപ്പിക്കലും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ഞാൻ പോകുന്ന സമയത്ത് അവളെ ഇവിടെ നിന്നും ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നവൾ പിന്നെ എങ്ങനെയാ പോവാതെ ഇവിടെ തന്നെ നിന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ രോഗിയും അവളോട് ക്ഷമ ചോദിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടി വരും എന്ന് പറയാണ്. എന്നാൽ വൈജയന്തി പെട്ടെന്ന് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനും എൻ്റെ മക്കളുമാണോ വലുത്, അതോ വെറും ഒരു ജോലിക്കാരിയായ അവളാണോ വലുതെന്ന് ചോദിക്കുകയാണ്. എന്താ ഇങ്ങനെ വിഡ്ഢി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന വൈജയ് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അല്ല, ഞാനാണോ അവളാണോ വലുതെന്ന് നിങ്ങളോട് ചോദിക്കുകയായിരുന്നു. എന്തായാലും
ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചു. ഇനിയും അവളെ ഇവിടെ നിർത്തിയത് ഒട്ടും ശരിയായില്ല. അവളിപ്പോൾ ആരാ? പച്ചവെള്ളം ചവച്ചിളക്കുന്നവൾ. നല്ല പിള്ള വന്നിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് നീ എന്തായി പറയുന്നത്? ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ലെന്ന് തെളിഞ്ഞതല്ലേ? ഇനിയിപ്പോൾ അവൾ തെറ്റുകാരിയല്ലെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഞാനൊക്കെ അവളെ പറ്റി കുറ്റം പറഞ്ഞതുകൊണ്ട് നമ്മളൊക്കെ കുറ്റക്കാരിയും അവളൊരു നല്ല പിള്ളയും ഞെളിഞ്ഞ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നത് കാണണ്ടേ? ഇത് കേട്ടിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവളങ്ങനെ നടക്കട്ടെടി, അവൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞല്ലോ, അപ്പോൾ അവൾ നിരപരാധിയാണ്. അപ്പോൾ കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ അവർ നിരപരാധികൾ അങ്ങനെ നടക്കുന്നത് അവർക്കൊരു അഭിമാനമല്ലേ? അത് കേൾക്കുന്ന സമയത്ത് എനിക്കത്രക്ക് ഇഷ്ടമല്ല, അങ്ങനെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നങ്ങ് തീർത്ത് പറയുകയാണ് നമ്മുടെ വൈജയന്തി. അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം തന്നെ വാശി പിടിക്കുകയാണ് വൈജയന്തി. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വൈജയ്, അവൾ നിന്നോട് വല്ല ദേഷ്യവും കാണിച്ചോ? ഇവിടെ നിന്ന് ജോലികൾ എന്തെങ്കിലും ചെയ്യാതിരുന്നോ? അതോ നമ്മുടെ മക്കളോട് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. നിൻ്റെ കണ്ണിനാണ് പ്രശ്നം. നിൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവളോട് സോറി പറഞ്ഞേക്കെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ എൻ്റെ പട്ടി പറയും സോറി. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വൈജയന്തി അവളോട് ഇത്രക്ക് ശത്രുത? എന്താ ശത്രുത എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കെന്തിനാ അവളൊരു ശത്രുത? എനിക്കൊരു ശത്രുതയില്ല, പക്ഷേ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജയന്തി അവിടെ നിന്നും പോകുന്നുണ്ട്. വൈജയന്തി നേരെ ചെല്ലുന്നത് കിച്ചണിൽ അലീനയുടെ അടുത്തേക്കാണ്. അലീന തിരിഞ്ഞു നോക്കുന്നതും തൊട്ടു പിറകെ നിൽക്കുന്ന വൈജയന്തിയെ കണ്ട് പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്താ ചായ വേണോ മാഡം എന്ന് ചോദിക്കുകയാണ് അലീന. എന്താടി, ഞാൻ ചോദിച്ചാൽ മാത്രമേ നിനക്ക് ചായ തരാൻ പറ്റത്തുള്ളൂ. അല്ല, മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ ചായ ചോദിക്കുമ്പോൾ മാത്രം തന്നാൽ മതിയെന്ന്. ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്നല്ല എൻ്റെ അടുത്ത് മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ ഇപ്പോഴും അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനത് അന്നല്ലേ പറഞ്ഞത്. എൻ്റെ മൂഡ് പെട്ടെന്ന് അങ്ങനെ പലപ്പോഴുമായിട്ട് അങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും എന്ന് പറയാണ്. അതെനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ചായ ഇടാനായിട്ട് ഗ്യാസിനടുത്തേക്ക് പോവുകയാണ്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. രക്ഷപ്പെടാനോ? എങ്ങോട്ട് രക്ഷപ്പെടുന്നത്? എരുതിയിൽ നിന്നും വറച്ചട്ടിയിലേക്ക് എന്ന് പറയുന്നത് പോലെയല്ലേ? മനു വന്നതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് എന്ന് വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് വൈജയന്തി. ഉടനെ നമ്മുടെ അലീന പറയുന്നുണ്ട്, ആർക്കും ഒന്നും അറിയില്ല, എനിക്ക് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ എന്നിങ്ങനെ അർത്ഥം വെച്ച് പറയാണ്. എന്തറിയാമെന്നാടി നീ പറയുന്നത്? എല്ലാം അറിയാമെന്ന് ഒന്നുകൂടെ അലീന പറയുന്നുണ്ട്. എന്നെ തോൽപ്പിച്ചിട്ട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് വൈജയന്തി പറയുമ്പോൾ എനിക്കങ്ങനെ ഒരു വിചാരവുമില്ല. ഇവിടുത്തെ ജീവിതം ഏകദേശം അടുത്തിട്ടിരിക്കുകയാണെന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചായ ഇട്ട് അലീന വൈജയന്തിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചതും നല്ല ടേസ്റ്റുണ്ട്. എത്ര ദേഷ്യപ്പെട്ടാലും നല്ല ടേസ്റ്റോടെയുള്ള ഫുഡാണ് അലീന ഉണ്ടാക്കുന്നത്. അതിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് വൈജയന്തിക്ക് സമാധാനമാവുന്നുണ്ട്. എന്നാൽ ഈ മുഖഭാവം കണ്ടിട്ട് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. പിന്നീട് രോഹിത് ഇങ്ങനെ ഹരിക്ക് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹരി അത് എടുക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതും ഹരി തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്താടാ രോഹിത്തെ, കുറേ മിസ് കോൾ കാണുന്നുണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്? ഞാൻ തിയേറ്ററിലായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് രോഹിത് പറയുന്നുണ്ട്, എടാ നിനക്കൊരു ടെൻഷനും ഇല്ലേ? എന്തിന് ടെൻഷന്? അല്ല, ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലേ? എടാ നിൻ്റെ തൊലി ഉരിച്ച് കാന്താരിമുളക് അരച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ച പോലെയല്ലേടാ ഇവിടെ നടന്ന സംഭവം ഉണ്ടായത്. എന്നിട്ടും നിനക്കൊരു കുറ്റബോധവും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെല്ലാം ഒരു അഭിനയമല്ലേടാ എന്ന് ഹരി ചോദിക്കുകയാണ് രോഹിത്തിൻ്റെ അടുത്ത്. ഉടനെ തന്നെ രോഹിത് പറയുന്നുണ്ട്, എടാ നീ എന്നെ പറ്റിക്കൊന്നും വേണ്ട. രാവിലെ ഇവിടെ വന്ന് മനുവേട്ടൻ പറഞ്ഞല്ലോ എല്ലാ സത്യങ്ങളും, നീയും അത് സമ്മതിച്ചതല്ലേ? അലീനയുമായിട്ടുള്ള ബന്ധമെല്ലാം പറഞ്ഞത് എല്ലാം നുണയായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എന്താടാ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതും ചോദിക്കുന്നുണ്ട് രോഹിത് ഇതെല്ലാം ചോദിക്കുന്ന സമയത്ത് വീണ്ടും ഹരി രോഹിത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നടന്ന സംഭവങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഹരി പറയുന്നുണ്ട്, എടാ അലീനയും ഞാനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് നിൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും മുന്നിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ വീട്ടുകാരൻ എന്നെ അവിടെ കയറ്റത്തോടാ. ആകെ രണ്ട് വീട്ടുകാരും തമ്മിൽ ഭയങ്കര പ്രശ്നമാവത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. ഞങ്ങൾ തമ്മിൽ പഴയ പോലെ ആ ബന്ധമെല്ലാം ഉണ്ട്, നീ വിശ്വസിക്കടാ എന്നിങ്ങനെ പറയാം. എന്നാലും ഹരി നീ എന്നോടിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് രോഹിത് സംശയത്തോടെ വീണ്ടും ചോദിക്കുന്നുണ്ട്. രോഹിത്തിന് വിശ്വസിക്കാനും പറ്റുന്നില്ല.
എടാ ഞാനും അവളും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവളെ അവിടെ നിന്നും എല്ലാവരും പറഞ്ഞു വിടുവടാ. എന്തിനാ നമ്മൾ അതിന് ശ്രമിക്കുന്നത്? നമ്മൾ മിണ്ടാതിരുന്നാൽ അവൾ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അതല്ലടാ നമ്മൾ അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരി ഇങ്ങനെ അവനെ ഇതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നീ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. അവളുമായിട്ടുള്ള ബന്ധം സത്യമാണെന്നാണോ നീ പറയുന്നതെന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതേടാ, എല്ലാം സത്യമാണ്. ഞാനും അലീനയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് ഹരി സമ്മതിക്കുകയാണ്. ഗ്രേസ് ഇങ്ങനെ കുട്ടിയെ ഹാളിൽ എവിടെയും കാണാത്തത് കൊണ്ട് രേവതിക്കുട്ടിയെ ഇങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ മുകളിലത്തെ റൂമിലാണ്. അവൾ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഗ്രേസ് ഇങ്ങനെ ഞൊണ്ടി നടന്ന് അവിടെ സെറ്റിയിലിരിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ കാണാതെ വീണ്ടും രേവതിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്നുണ്ട് രേവതിക്കുട്ടി. എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാല് തീരെ വയ്യ മോളെ, എനിക്ക് നടക്കാനും പറ്റുന്നില്ല, ഒന്ന് കിടന്നെഴുന്നേറ്റപ്പോഴേ കാല് ഭയങ്കര മരവിപ്പ്, നീ ഒന്ന് തടവിത്താ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ശരി ഞാൻ ഓയിൻമെൻറ്റ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. രേവതിക്കുട്ടി ഓയിൻമെൻ്റ് എടുത്ത് വന്ന് ഗ്രേസിയുടെ കാല് തൻ്റെ മടിയിലേക്ക് എടുത്ത് വെച്ച് ഓയിൻമെൻ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേഷ്യപ്പെടരുത്. ഇത് കേട്ടിട്ട് നമ്മുടെ ഗ്രേസി പറയുന്നുണ്ട്, ചോദിക്കണ്ട, ഞാൻ ചോദിക്കും, അപ്പം ഞാൻ ദേഷ്യപ്പെട്ടാലും ഞാൻ ചോദിക്കും. എന്നാൽ പിന്നെ ചോദിക്കുമെന്ന് ഗ്രേസിയും പറയുന്നുണ്ട്. അല്ല ആൻറ്റി, ആ റൂമുണ്ടല്ലോ, ആ റൂം അത് ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ? ഭയങ്കര പൊടി പിടിച്ച് കിടക്കുക. അവിടുത്തെ ഫോട്ടോ ഒന്നും ക്ലിയറായി കാണുന്നേ ഇല്ല. ഏത് റൂം? അല്ല അടച്ചിട്ട റൂം. എന്താ നിനക്കിപ്പോൾ അത് വൃത്തിയാക്കണമെന്ന് ഇത്രയ്ക്ക് വാശിയെന്ന് ഗ്രേസ് ചോദിക്കുന്നുണ്ട്. അല്ല വാശിയല്ല, അതാകെ വൃത്തികേടായി കിടക്കുകയല്ലേ ആൻറ്റി, അതൊന്ന് വൃത്തിയാക്കിയാലെന്താ? അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്നിങ്ങനെ ഗ്രേസി പറയുമ്പോൾ, അങ്ങനെയല്ല ആൻറ്റി, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നല്ല ഭംഗിയാക്കി വെക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള ആളുകളെ അവർ സുഖമായിട്ടിരിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഗ്രേസ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അതങ്ങനെയല്ലടി കൊച്ചേ, അങ്ങോട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര സങ്കടം എനിക്ക്. ഇത് കേട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അതങ്ങനെ ആ റൂം അങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കൊണ്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ആ റൂമെല്ലാം നല്ല വൃത്തിയാക്കി ഫോട്ടോകളെല്ലാം തുടച്ച് നല്ല കൃത്യതയിൽ വെച്ചിട്ട് ഒരു വിളക്കൊക്കെ കൊളുത്തി വൈകുന്നേരം പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നതെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേസിയൊക്കെ ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്, മനസ്സിലൊരു സമാധാനവും ഒക്കെ തോന്നുവാണ്.